ഇവിടെ കിടന്ന് ഇനി പുതിയൊരു നാടകം കളിക്കണം. അവസാനം അയാൾ കല്യാണം തീരുമാനിച്ച് അവൻ എന്നെ കെട്ടുകയും ചെയ്ത് എന്നിട്ട് കാനഡയിലേക്ക് ഞാൻ നാടും കടക്കണം. അതായിരിക്കും അല്ലേ? എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ശാശ്വതമായിട്ടൊരു പരിഹാരമാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അവളുടെ കാലില് പ്ലാസ്റ്റോടെ. ആരുടെ? നിന്റെ മോളുടെ, ആ കൃഷ്ണയുടെ. ഒരു കുഴപ്പമില്ലാതല്ലേ ഇപ്പൊ എന്റെ മുന്നിലൂടെ പോയത്. അത് കൃഷ്ണയല്ലേ, മോളിക്കുട്ടിയുടെ കൂട്ടുകാരി. മോളിക്കുട്ടിയുടെ കൂട്ടുകാരിയോ? എങ്കിൽ പിന്നെ ഉമ്മറവാതിലൂടെ പോവാൻ അവർക്കെന്താ തടസ്സം? എനിക്കറിയില്ല. കാലില് പ്ലാസ്റ്റർ ഇട്ട് ഒരുത്തി അവിടെ കട്ടില് കിടക്കുന്നുണ്ട്. അപ്പൊ അതേ രൂപത്തിൽ നിന്റെ മുന്നിൽ നിന്നതും ഒളിച്ചോടിയതും ആരാന്നാ ചോദിച്ചേ? ഞാനും അനിയനും അറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അവനിങ്ങോട്ട് വരട്ടെ, എല്ലാം ഇന്നത്തോടെ അവസാനിപ്പിച്ച് തരാൻ ഞാൻ. പുഴയോരം വീട്ടിലേക്ക് തെണ്ടി കയറി വന്നിട്ട് ഇവിടെ നിന്റെ ഇഷ്ടത്തിന് ഭരിക്കാന്നാണോ നീ കരുതിയത്? നീയൊക്കെ എന്തു പറഞ്ഞാലും അനിയൻ വിശ്വസിക്കായിരിക്കും, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. നിന്റെ കള്ളക്കളി ഇന്നത്തോടെ തീർന്നടി. ഹലോ മമ്മി. മമ്മി, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. എന്താ മോളെ? കുറച്ചു മുമ്പ് അവളിവിടെ വന്നിരുന്നു, ആ കൃഷ്ണ. കൃഷ്ണ അവിടെ വന്നെന്നോ? വന്നൊന്നും മാത്രമല്ല, അവളുടെ അമ്മയെ ദ്രോഹിച്ചു എന്നും പറഞ്ഞ് അവൾ എന്റെ ചെകിട്ടത്ത് അടിക്കുകയും ചെയ്തു. എന്തൊക്കെയാ അവള് വിളിച്ച് പറഞ്ഞെന്നറിയോ? എന്നെ കുറിച്ച് മാത്രല്ല, മമ്മിയെ കുറിച്ചും. മോളെ, അവള് പാവാണ്, നന്മ നിറഞ്ഞവളാണെന്നൊക്കെ മമ്മി കൂടെ കൂടെ പറയാറില്ലേ? പക്ഷെ അതൊന്നും അല്ല അവളുടെ യഥാർത്ഥ സ്വഭാവം. മമ്മിയെ ചതിച്ച് വേലക്കാരിക്ക് വേണ്ടി അവൾ ഉറഞ്ഞു തുള്ളായിരുന്നു എന്റെ മുന്നില്. പിന്നെ എല്ലാറ്റിനും കൂട്ടായിട്ട് ആ ഓട്ടോറിക്ഷക്കാരിയില്ലേ മോളിക്കുട്ടി, എന്നെ ഈ വീടിനകത്തിട്ടിട്ട് കൊന്നു കളയുന്ന വരെ തോന്നിപ്പോയി മമ്മി. കൃഷ്ണ ഇവിടുന്ന് പോയോ? ആ, അതൊന്നും എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഗാഥ, നീ അത് വിട്ടുകളാ. വിട്ടുകളയാനോ? അവളെ പോലൊരുത്തി എന്നെ തല്ലിയത് ഞാൻ വിട്ടുകളയാനോ? അതിന് ഗാഥ ശ്രീനിവാസേ വേറെ ജനിക്കണം. അവൾ അങ്ങോട്ടല്ലേ വരുന്നത്. മമ്മി ഇതിന് പകരം വീട്ടണം. എന്നോട് ചെയ്തതിന് കണക്ക് ചോദിക്കണം. ശരി, ഞാൻ ചെയ്യാം. എനിക്ക് കിട്ടിയതിന് പകരമായിട്ട് അവളുടെ കവിളിലൊന്ന് അടിച്ചാൽ മാത്രം പോരാ, അവളുടെ കൈയും കാലും തല്ലി ഒടിക്കണം. അതിനുവേണ്ടി പണം ചെലവാക്കി ഗുണ്ടകളെ ഇറക്കിയാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അവളെ കൊന്നു കളയാൻ പറ, അതോടെ തീരുമല്ലോ ആ നാശം. അവളെ കൊണ്ടുള്ള ശല്യം എന്നേക്കുമായിട്ട് തീർക്കാനായിട്ട് മമ്മി ഒരു ഉപായം പറഞ്ഞു തന്നാ അത് മോൾ അനുസരിക്കോ? എന്താ, കേക്കട്ടെ. അവളുടെ രക്ഷകൻ പറഞ്ഞ ആ പയ്യനില്ലേ, കാനഡക്കാരൻ പയ്യന്റെ കല്യാണാലോചന, അതിന് സമ്മതമാണെന്ന് മോളങ്ങ് പറ. മമ്മി, വാട്ട് നോൺസെൻസ്! ഞാൻ അങ്ങനെ ഒരുത്തരെ കല്യാണം കഴിക്കാനോ? നിന്നോട് കല്യാണം കഴിക്കാൻ മമ്മി പറഞ്ഞോ? അയാൾ ആർക്ക് വേണ്ടി ഈ കല്യാണാലോചന നടത്തുന്നത്? കൃഷ്ണയ്ക്ക് വേണ്ടിയല്ലേ? നീ സമ്മതം പറഞ്ഞാ അത് കൃഷ്ണയുടെ സമ്മതമല്ലേ? ആ വിവാഹമല്ലേ നടക്കൂ? മമ്മി, അത് അങ്ങനൊരു വിവാഹം കഴിഞ്ഞ് കടല് കടന്ന് അവള് പോയാ പിന്നെ ഒരിക്കലും അവള് തിരിച്ചു വരില്ല. നിന്റെയും നവീന്റെയും ജീവിതത്തിൽ കൃഷ്ണയെന്നുള്ള ഒരാളുണ്ടാവില്ല. അതിനു വേണ്ടിട്ടാ മമ്മി പറയണേ. നോ, അതൊന്നും ശരിയാവില്ല. എന്താ ശരിയാവാത്തെ? അവൾക്കേ
ആ വേലക്കാരിയുടെ മോൾക്ക് അങ്ങനെയുള്ള ബന്ധമൊന്നും വേണ്ട. ഈ ലോകത്ത് എവിടെയായാലും അവള് നരകിച്ച് കഴിയണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴാ കാനഡയിലേക്ക് അവളെ കെട്ടിയെടുക്കുന്നത്. ഈ ലോകത്തിന്റെ ഏതോ ഒരു കോണില് ജീവിക്കുകയോ ജീവിക്കാതിരിക്കുകയോ എന്തെന്ന് വെച്ച് ചെയ്യട്ടെ. നിനക്കെന്താ പ്രശ്നം? നിന്റെ പ്രശ്നം നിന്റെ ജീവിതമല്ലേ കുട്ടി. നമ്മള് പണ്ട് അവളെ ഇവിടുന്ന് നാട് കടത്തിയതല്ലേ, അതുപോലൊരു നാട് കടത്തൽ അങ്ങനെ കരുതിയാ മതി. മമ്മി, ഗാഥ, നീ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക. നിന്റെ ഭാവിക്ക് വേണ്ടിയാ മമ്മി പറയുന്നത്. എത്രയും പെട്ടെന്ന് വിവാഹം നടത്താനായിരിക്കും അയാൾ ആലോചിച്ച് വെച്ചിരിക്കുന്നത്. അത്രയും പെട്ടെന്ന് തന്നെ നിന്റെ ജീവിതവും സേഫ് ആവും. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല മമ്മി. ജീവിതം നേരെയാക്കാൻ വേണ്ടിട്ടാ ഈ കണ്ട കളിയൊക്കെ ഞാനിവിടെ കളിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് കണ്ടില്ലേ ഞാൻ ഇവിടെ ഈ അവസ്ഥയിൽ കിടക്കേണ്ടി വരുന്നത്. ഇവിടെ കിടന്ന് ഇനി പുതിയൊരു നാടകം കളിക്കണം. അവസാനം അയാള് കല്യാണം തീരുമാനിച്ച് അവൻ എന്നെ കെട്ടുകയും ചെയ്ത് എന്നിട്ട് കാനഡയിലേക്ക് ഞാൻ നാടും കടക്കണം. അതായിരിക്കും അല്ലേ? എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ശാശ്വതമായിട്ടൊരു പരിഹാരമാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യ്. പറഞ്ഞു തരാൻ എനിക്ക് പറ്റൂ. നിന്റെ സ്ഥാനത്ത് നിന്ന് തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് പറ്റില്ല. ആലോചിച്ചിട്ട് എന്നെ വിളിക്കേ. മാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് എതിര് നിൽക്കണം തോന്നരുത്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. വീണ്ടും സിനി, എന്റെ ജീവിതത്തിന് ഞാൻ ചില ചിട്ടകളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൈവിട്ട് പോയിട്ട് നാള് കുറച്ചായി. ഇപ്പോ ഒഴുകുന്ന വെള്ളത്തിൽ കിടക്കുന്ന തടിയുടെ അവസ്ഥയാണ് എനിക്ക്. വെള്ളം എങ്ങോട്ട് ഒഴുകുന്നോ അങ്ങോട്ടേക്ക് ഞാനും ഒഴുകിയേ പറ്റൂ. അതിനിടയിൽ എന്റെ മോളുടെ ജീവിതം തന്നെ എനിക്ക് പ്രധാനം. മുമ്പ് പറഞ്ഞതിനെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതിനുവേണ്ടി ആരുടെ കഴുത്ത് കുരുങ്ങിയാലും ആരുടെ ശ്വാസം നിലച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല. എന്താ ചേച്ചി? ഞാൻ നിന്നെ കാത്തു നിൽക്കുമായിരുന്നു. എന്താ ചേച്ചിയുടെ മുഖത്തൊരു ഗൗരവം? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും നീ അറിയുന്നുണ്ടോ? എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? ഇവിടെ നടക്കുന്നൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. നിനക്കൊന്നും അറിഞ്ഞൂടാ. നീ വിശ്വസിച്ച് കൂടെ കൊണ്ട് നിർത്തിയിരിക്കുന്നവരെ നിന്നെ ചതിച്ചോണ്ടിരിക്കുക. ആരെ കുറിച്ചാ ചേച്ചി പറയുന്നേ? നിന്റെ മോളുടെയും ശാന്തിയുടെയും കാര്യം ഞാൻ ഈ പറയുന്നേ. അവരെന്ത് ചെയ്തെന്നാ? നീ എന്റെ കൂടെ വാ. വാ വാ.